അറിവൊക്കെ കമ്പാരിറ്റീവ് നോളജാണ്, താരതമ്യാത്മകമായിട്ട് അറിവാണ്. ഇന്ദ്രിയങ്ങൾ തരുന്ന അറിവൊക്കെ ശരിയാണോ? ഒരു ഉദാഹരണം പറയാം. ഒരു വിമാനം ആകാശത്തോടെ പോകുമ്പോൾ ചെറുതാണ് അല്ലേ? ആ വിമാനം ഭൂമിയിൽ നിന്നിറങ്ങി നമ്മൾ നോക്കുന്നത് വലുതാണ്. അപ്പോൾ വിമാനം വലുതാണോ ചെറുതാണോ? കണ്ണുതരുന്ന അറിവ് ശരിയല്ല അല്ലേ? കണ്ണുതരുന്ന അറിവ് ശരിയല്ല. ഒരേ സാധനം തന്നെ രണ്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ചെവി തരുന്ന അറിവ് ശരിയല്ല. ചില ശബ്ദം നമുക്ക് കേൾക്കാം, ചില ശബ്ദം കേൾക്കാൻ വയ്യ. ചില ഗന്ധം നമുക്കറിയാം, ചില ഗന്ധം നമുക്കറിയാൻ വയ്യ. അതുപോലെ ഗന്ധം ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഈ കുറ്റകൃത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിയുടെ ഗന്ധം ഉണ്ടാവും അവിടെ. ആ ഗന്ധം അറിയണമെങ്കിൽ വേറെ സാധനം വരണ്ടേ? അപ്പോൾ നമ്മുടെ മൂക്ക് തരുന്ന അറിവ് ശരിയല്ല. അപ്പോൾ ഈ ലോകത്തിൽ ഇന്ദ്രിയം തരുന്ന അറിവുകളൊന്നും ശരിയല്ല. കണ്ണ് തന്നെ കാണുന്നത് തലതിരിഞ്ഞാണ് കാണുന്നത്. കണ്ണിൻ്റെ ഉള്ളിൽ ഹൃദയമ്പം തലതിരിഞ്ഞാണ് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ നേരെ കാണുമല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഇന്ദ്രിയങ്ങളെ ഒന്നും വിശ്വസിക്കരുതെന്നാണ്. കാരണം അവർ തരുന്ന ഒന്നും ശരിയായിട്ട് അറിവല്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ദേഹേ തിഷ്ടതി തസ്കരാണ്, 5 കള്ളന്മാർ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. ഇതിൽ പറയുന്നതൊന്നും വിശ്വസിക്കരുതല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് കുഴപ്പം എന്താ വെച്ചാൽ കിട്ടും തോറും പോരാ പോരാന്ന് പറയും, മതിയെന്ന് പറയില്ല. കണ്ണിന് കണ്ടു മതിയാകുന്നൊരവസ്ഥ ഉണ്ടാവും. കാണും തോറും വീണ്ടും കാണാനുള്ള ആഗ്രഹം കൂടുള്ളൂ. ചെവിക്കോ കേൾക്കും തോറും കേൾക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് ഒന്നാമത്തെ ഇന്ദ്രിയങ്ങൾ തരുന്ന അറിവ് ശരിയല്ല. രണ്ടാമത്തോ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും വൃത്തിയില്ല. ആ ഇന്ദ്രിയങ്ങളെ വിശ്വസിച്ച് എന്ത് പറ്റി? പ്രപഞ്ച അന്ധം തമപ്രഭോ ഞാൻ അന്ധകാരത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് എനിക്ക് ശരിയായ ജ്ഞാനം ഉപദേശിച്ചു തരണം എന്ന് കപിലവാസുദേവനോട് അമ്മയായിട്ട് ദേവതയോട് പ്രാർത്ഥിക്കുകയാണ്. സാധാരണ അമ്മ മകന് ഉപദേശം കൊടുക്കാനേ പതിവ്. ഇല്ല അങ്ങനെയല്ല, മകൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കാം അല്ലേ? അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായത് തന്നെ വലിയ ഭാഗ്യമായി. എൻ്റെ തിരിച്ചറിയാൻ ആഗ്രഹം വന്നില്ലേ? എന്ത് തിരിച്ചറിയാൻ? ജിജ്ഞാസയാഹം പ്രകൃതയെ പുരുഷസ്യ, പ്രകൃതിയെയും പുരുഷനെയും തിരിച്ചറിയണമെന്നൊരു ആഗ്രഹം വന്നില്ലേ? അതുതന്നെ വളരെ കുറച്ച് പേർക്ക് വരുള്ളൂ. ആർക്കും അതിന് ആഗ്രഹമില്ല. നമ്മൾക്കിങ്ങനെ ഒഴുക്കിങ്ങനെ ഒഴുകാന്നല്ലാണ്ട് ഇതൊക്കെ എന്താണെന്നൊക്കെ ആലോചിക്കാൻ എവിടെ സമയമല്ലേ? അങ്ങനെ പോകുന്നു സ്ഥലത്താകെ ആലോചിക്കാൻ തോന്നണ്ടേ? അതെന്നെ ഒരു ഭാഗ്യമല്ലേ? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതെന്താണ് സത്യം, എന്താണ് മിഥ്യ? അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതെന്ന് വലിയ ഭാഗ്യമായി എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞത്, അമ്മേ ഇത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഭക്തി സമ്പാദിക്കണം എന്ന് പറഞ്ഞു. ഭക്തി കൊണ്ടാണ് ഇത് വേഗം അറിയാൻ പറ്റും. അതായത് പ്രകൃതിയെയും പുരുഷനെയും, അത് മാറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെയും മാറാത്തതായിട്ടുള്ള ബോധത്തിനെയും. വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ബോധം മാറാതെ നിൽക്കും. എല്ലാം മാറുന്നില്ലേ? പ്രപഞ്ചത്തിലെ സകല വിഷയവും ഓരോ നിമിഷം മാറുന്നുണ്ട്. പക്ഷേ അറിയുന്ന ആൾ മാറുന്നില്ലല്ലോ. നമ്മൾ തന്നെ എത്ര മാറി അല്ലേ? കുട്ടിക്കാലത്തുണ്ടായിരുന്ന ശരീരമാണ് ഇപ്പോഴത്തെ ശരീരം മാറിയില്ലേ? ഞാൻ മാറിയോ? ഞാൻ പഴയ ആൾ തന്നെയാണ് അല്ലേ? ഇത് അറിയണമെങ്കിൽ എന്താണെന്നറിയോ? ഒരു കുട്ടിയുടെ 1ാമത്തെ പിറന്നാളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക, 2ാമത്തെ പിറന്നാൾ, ഇങ്ങനെ ഒരു 84ാമത്തെ പിറന്നാൾ വരെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. 84ാമത്തെ പിറന്നാളിൽ നിന്ന് ഈ 84 ഫോട്ടോ നിരത്തി വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ അതാന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാം മാറി. എൻ്റെ കൂട്ടുകാർ മാറി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറി, എൻ്റെ അഭിരുചികൾ മാറി, എല്ലാം മാറി. പക്ഷെ ഞാൻ മാറിയോ? അല്ലേ? അപ്പോൾ ഈ മാറാൻ നിൽക്കുന്ന ഞാനും മാറുന്ന വിഷയങ്ങൾ ഒന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ? നമുക്ക് മനസ്സിലായല്ലേ പ്രശ്നം? മാറാത്ത ഞാനും മാറുന്ന വിഷയങ്ങൾ ഒന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയണമെന്ന് പറയുകയാണ്. അതാണ് ജിജ്ഞാസയാഹം പ്രകൃതയെ പുരുഷസ്യ, പ്രകൃതിയെയും പുരുഷനെയും തിരിച്ചറിയണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? നന്നായി. അതിനാദ്യം വേണ്ടത് ഭക്തി സമ്പാദിക്കണമെന്ന് പറഞ്ഞു. സദാം പ്രസംഗ മമ വീര്യസംവിധോ ഭവന്തി ഹൃൽക്കർണരസായനാകഥ തജ്ജോഷണാദാശു അപവർഗവന്മനി ശ്രദ്ധാരതിർഭക്തി അനുക്രമിഷ്യതി. സദാം പ്രസംഗാൽ സത്സംഗം എന്നർത്ഥം. സദാം പ്രസംഗം സത്സംഗം കൊണ്ട് സത്സംഗത്തിലിരുന്ന് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാം. കേട്ട് ഈശ്വരനെ കുറിച്ച് അറിയുമ്പോൾ ഈ പ്രകൃതി പുരുഷന്മാർ എന്താണെന്ന് തിരിച്ചറിയും. എന്തുപോലെ വെച്ചാൽ വെളിച്ചം വരുമ്പോൾ വസ്തുക്കൾ നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ലൈറ്റില്ലാന്നായിരിക്കും. സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, മേശയും കസേര അലമാരയൊക്കെ ഇന്നടത്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം, കാണുമോ? അപ്പോൾ അവിടെ ഉണ്ടെങ്കിലും അത് കാണണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. അതുപോലെ ഭക്തിയാകുന്ന വെളിച്ചം വന്നാൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഭക്തി എങ്ങനെ ഉണ്ടാവും? സത്സംഗത്തെ
നിസ്സംഗത്വം. സത്സംഗം കൊണ്ട് ഭക്തി ഉണ്ടാവുള്ളൂ. സദാം പ്രസംഗാൻ മമ വീര്യസംവിധോ ഭവന്തി കർണരസായന കഥ. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ട് കേട്ട് മനസ്സ് ഈശ്വരനിലേക്ക് ഒഴുകുമ്പോൾ ഈ തത്വം നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഏതാ മാറുന്നത് എന്താണ്, മാറാത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതറിഞ്ഞാലേ അറിവ് പൂർണ്ണമാവുള്ളൂ. മാറുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തൃപ്തി തരില്ല. കാരണം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു വിഷയം നമ്മൾ അറിഞ്ഞു വരുമ്പോഴേക്കും അത് മാറി ഇല്ലേ. ഒരു വസ്തു നമ്മൾ ഇഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും ആ സാധനം ഇല്ലാതായില്ലേ. നമ്മുടെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. ഒരു കാര്യത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നി, അത് ഇഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും ആ സാധനം പോയി, പിന്നെ വേറെ ഒന്നിനായിട്ട് ഇഷ്ടം. അത് മാറ്റങ്ങളിൽ ഇങ്ങനെ ഭ്രമിക്കുകയല്ലേ. അപ്പോൾ അതിനെന്ത് വേണം, മാറാത്തതായിട്ടുള്ള വസ്തുവിലേക്ക് മനസ്സുറക്കണം. അതിന് എന്തേ വഴിയുള്ളൂ, സദാം പ്രസംഗ ആത്മാവ് വീര്യസംവിധോ. ഈശ്വരൻ്റെ കഥകൾ കേട്ട് കേട്ട് മനസ്സ് ഈശ്വരൻ ഉറച്ചു കഴിഞ്ഞാൽ എന്തുപോലെ വെച്ചാൽ വെളിച്ചം വരുമ്പോൾ വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റും. വസ്തുക്കളുണ്ട്, നമുക്കറിയുകയും ചെയ്യാൻ പറ്റും, തിരിച്ചറിയില്ല. മേശ ഇന്ന സ്ഥലത്തുണ്ട്, കസേര എവിടെയുണ്ട്, അലമാരി എവിടെയുണ്ട് എന്നൊക്കെ നമുക്കറിയാം. വെളിച്ചമില്ലെങ്കിലോ തിരിച്ചറിയാൻ പറ്റില്ല. എവിടെ മേശ വെക്കണം, എവിടെ കസേര അറിയില്ല. അതേപോലെ ഭക്തി കൊണ്ട് ഇത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഭക്തി സമ്പാദിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ സത്സംഗമാണ്. സത്സംഗം കൊണ്ട് എന്താവും, ശ്രദ്ധ രതിർ ഭക്തി അനുക്രമിച്ചത്. ആദ്യം ശ്രദ്ധ ഉണ്ടാവണം, കേൾക്കാനൊരു താല്പര്യം ഉണ്ടാവണം, വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹം വേണം, അങ്ങനെ രതി. അത് കഴിഞ്ഞ് ഭക്തിയായിട്ട് മാറും. എവിടെയെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ കൂട്ടുകാരിൽ ഇങ്ങനെ വായിക്കുന്ന കേട്ടു, കുറച്ചേരവിടെ കഴിയുന്നത് എനിക്ക് പോയി, അങ്ങനെയുള്ള ആളുകളുണ്ട്. ശ്രദ്ധയുണ്ട്, രതിയില്ല. കുറച്ചേരം ഇപ്പോൾ ഗുരുവാരൊക്കെ പണ്ടൊക്കെ പോയിട്ടുണ്ടല്ലേ, ഈ കുട്ടികളുടെ വായന ഉണ്ടാവും. വണ്ടി ഉച്ചയ്ക്ക് 1:30 മണിക്ക് വണ്ടി ഇടും, 11 മണിയായി തൊഴിൽ കഴിഞ്ഞു. ഇപ്പോൾ 12 മണി 1 മണി വരെ ഇരിക്കുന്നുണ്ട് എൻ്റെ വെയിറ്റിംഗ് ഷീറ്റ്. പേടിക്കുക, 1 മണിയാകുമ്പോൾ എഴുതിയിട്ട് പോകും. അത് ശ്രദ്ധയാണ്, പക്ഷെ അത് രതിയല്ല. രതി എന്ന് പറഞ്ഞാൽ വീണ്ടും കേൾക്കണം തോന്നിയ രതിയായി. അങ്ങനെ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ ഭക്തിയായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ സത്സംഗം കൊണ്ട് ഭക്തി ഉണ്ടാവും. ആ ഭക്തി കൊണ്ട് തിരിച്ചറിയാൻ ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞെടുക്കാം. പ്രകൃതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് തിരിച്ചറിയേണ്ടത്. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണെന്നാണ് അറിയേണ്ടത്. പ്രകൃതി എന്താണെന്ന് ചോദിച്ചപ്പോൾ 24 തത്വങ്ങൾ ചേർന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. 24 തത്വങ്ങളാണ് പ്രകൃതി. ഇത് മേൽപ്പത്ത് വരെ ഭാഗവത്തിലൊരു 54 ശ്ലോകത്തിൽ പറയുന്ന കാര്യം മേൽപ്പത്ത് വരെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ശ്ലോകം. പ്രകൃതി മഹദഹങ്കാരാശ മാത്രാശ ഭൂതാന്യവി ഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്ചുദേശോ പ്രകൃത്യ കപിലദരിത്വം ദേഹുക്കേനഗാവി. പ്രകൃതി മഹത് അഹങ്കാര മാത്രാശ ഭൂതാന്യ സാക്ഷി. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂലപ്രകൃതി. ഗുണങ്ങൾക്ക് ക്ഷോഭം ഉണ്ടാകുന്ന മൂലപ്രകൃതി. മഹത്വത്വം എന്ന് പറഞ്ഞാലോ നേരത്തെ പറഞ്ഞ താമരപ്പൂവ്. പ്രകൃതി മഹത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ 3 അഹങ്കാരങ്ങൾ. അപ്പോൾ പ്രകൃതി മഹത് അഹങ്കാര, ഇത് 3ആയില്ലേ. മാത്രാശ, പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ 5. അത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമിയുടെ ആറ്റംസ്. അപ്പോൾ 8ആയി. പ്രകൃതി മഹത് അഹങ്കാരാശ മാത്രാശ ഭൂതാനി, പഞ്ചഭൂതങ്ങൾ 5, 8 × 13ആയി. ദശാക്ഷി 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അപ്പോൾ 13 × 21. ഹൃദയം, മനസ്സൊന്ന്, 24. 24 തത്വങ്ങളാണ് പ്രകൃതി. ഇത്ര എളുപ്പമെന്നറിയാം. ഭാഗവത്തിൽ 50-55 ശ്ലോകം കൊണ്ട് പറഞ്ഞ കാര്യം നേപത്തിന് അര ശ്ലോകം. പ്രകൃതി മഹദാഹങ്കാരാശ മാത്രാശ ഭൂതാന്യവി ഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ. 25ാമത്തെ തത്വമാണ് പുരുഷൻ. പഞ്ചവിംശാണ് 25. 25 കർശത്തിന് പഞ്ചവിംശ ദർശനം എന്നൊക്കെ പറയാറില്ല. 25 അർത്ഥം. അപ്പോൾ 25ാമത്തെ തത്വമാണ് ഈ പുരുഷൻ. പുരുഷനുണ്ടെങ്കിലേ പ്രകൃതി പ്രവർത്തിക്കുള്ളൂ. പ്രകൃതിക്ക് പ്രവർത്തന ശക്തി വേണമെങ്കിൽ എന്ത് വേണം, അതിനകത്ത് ചൈതന്യം വേണം. ഇപ്പോൾ ഈ ലൈറ്റും ഫാനൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, കറണ്ട് വേണം. കറണ്ട് പ്രവർത്തിക്കുമോ അല്ലേ? ഈ കറണ്ട് ഉണ്ടായാൽ കാറ്റ് കിട്ടുമോ? ഫാനും കൂടി വേണം. അപ്പോൾ പ്രകൃതിയും പുരുഷനും ചേർന്നാലേ ഇത് പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ ട്യൂബ് ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ് കത്തണമെങ്കിൽ കറണ്ട് വേണ്ടേ? കറണ്ട് ഉണ്ട്, ട്യൂബില്ലെങ്കിലോ? ട്യൂബുണ്ട്, കറണ്ട് ഇല്ലെങ്കിലോ? രണ്ടും പ്രയോജനമില്ല. പ്രകൃതിയും പുരുഷനും ചേർന്നാലേ പ്രവർത്തിക്കുള്ളൂ. പ്രകൃതി പുരുഷന്മാരുടെ സംയോഗമാണ് ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്നതാണ്. അപ്പം നമ്മുടെ ശരീരം പ്രകൃതിയാണ്. ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ ചൈതന്യം വേണ്ടേ? ഇല്ലേ? ആലോചിച്ച് നോക്കാം. ശരീരമുണ്ട്, ആ ശിവൻ അവിടെ ഉള്ളത് കൊണ്ടാണ് പ്രവർത്തിക്കുക. ശിവശക്തിയായുക്ത. ശിവൻ പോയി കഴിഞ്ഞാലോ ആ ശിവൻ്റെ പള്ളി മാറ്റും.
ശിവൻ്റെ വള്ളി മാറ്റി തന്നെ ഉണ്ടാവും. ശിവൻ്റെ വള്ളി മാറ്റി തന്നെ അല്ലേ? അപ്പോൾ എന്ത് പറ്റും? ശരീരം പ്രവർത്തിക്കില്ല. അപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാൾക്കും കണ്ണും കയ്യും കാലും മൂക്കൊക്കെ അവിടെ ഇല്ലേ? ഒന്നും പോയിട്ടില്ലല്ലോ. എന്താ പ്രവർത്തിക്കാത്തത്? മരിച്ചു കിടക്കുന്ന ആൾക്ക് കണ്ണില്ലാഞ്ഞിട്ടാണോ കാണാത്തത്? ആ, മരിച്ചു കിടക്കുന്ന ആൾക്ക് നാക്കില്ലാഞ്ഞിട്ടാണോ സംസാരിക്കാത്തത്? നാക്ക് അവിടെ തന്നെ ഇല്ലേ? സംസാരിച്ചാലും കുഴപ്പമാണ് അല്ലേ? മരിച്ചു കിടക്കുന്ന ആൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പ്രശ്നമില്ലേ? മരിച്ചു കിടക്കുന്ന ആളുടെ നെഞ്ചത്തൊരു മാല കൊണ്ടുവയ്ക്കുമ്പോൾ അത് അവിടെ നിന്ന് പറയുക താങ്ക്സ് എങ്ങനെ പറഞ്ഞാൽ പിന്നെ ലോട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പ്രകൃതിയും പുരുഷനെയും തിരിച്ചറിയണമെങ്കിൽ ഇതാണ് മാർഗം. എന്താ പ്രകൃതി എന്താണെന്ന് പറഞ്ഞാൽ 24 ദിവസങ്ങളാണ്. ഈ 24 ദിവസങ്ങൾ